അത്യുന്നതൻ മറവിൽ മരുവും മർത്യനു യാതൊരു മാലുമില്ല. സർവശക്തൻ നിഴലിൽ വസിക്കും. സാധുക്കൾക്കില്ലൊരു സംഭ്രമവും. ആശ്രിതർക്കായി അവൻ സങ്കേതവും വിശ്രമസ്ഥാനവുമായിടുന്നു. വേട്ടക്കാരൻ കെണിയിൽ പെടാതെ പെട്ടെന്ന് വന്നവൻ വീണ്ടെടുക്കും. നാശകരമഹാമാരിയിൽ ശാശ്വതമായവൻ ശരണമവൻ. വ്യാപരിക്കുന്നവൻ ശക്തി നിന്നിൽ. വ്യാധികളകറ്റുവാൻ തക്കവണ്ണം തൻ ചിറകുകൾ വിടർത്തി നിന്നെ സ്നേഹത്തിൻ തൂവലാൽ മറച്ചിടുന്നു. പരിചയും പലകയുമായി നിന്നെ പാലിക്കും താതൻ വിശ്വസ്തതകൾ. രാത്രി ഭയത്തെയും പകലിലുള്ള പാറും വസ്ത്രത്തോടും ഭീതി വേണ്ട. രാവിൽ ഗമിക്കും മഹാമാരിയോ ഉച്ചസംഹാരിയെ പേടിക്കണ്ട. നിൻഭാഗെ വീണിടുമായിരവും വലഭാഗെ വീഴും 10,000. നിന്നോടടുക്കയില്ലവയൊട്ടുമേ. വല്ലഭൻ കാത്തിടും വൻ കരത്താ. ദൃഷ്ടികളാലെ നിദർശിച്ചിടും ദുഷ്ടന്മാരനുഭവിക്കും ദുരിതം. ദൃഷ്ടനായി വസിക്കും നിനക്കു തുഷ്ടി നൽകിയിടും അത്യുന്നതൻ താൻ. അത്യുന്നതൻ വാസസ്ഥാനമായും യാഹു നിൻ സങ്കേതമാകയാലും യാതൊരനർത്ഥവും ഭവിക്കയില്ല. ബാധകളൊന്നും നടുക്കയില്ല. നിൻ വഴിയിൽ നിന്നെ കാത്തിടുവാൻ ദൂതന്മാരോടവൻ കൽപ്പിക്കുന്നു. നിൻ കാൽകൾ തല്ലിൽ തട്ടാതെ വണ്ണം തൻ കയ്യിലവൻ നിന്നെ കൈക്കൊള്ളുന്നു. നിൻ പാദങ്ങൾ കീഴെ അമർന്നു പോകും. സിംഹവും അണലിയും തൽക്ഷണത്തിൽ വായ്പിളർക്കും. ബാലസിംഹത്തോടു വൻ പാമ്പിനെയും മെതിച്ചിടും നീ. അവയുടെ ശീർഷങ്ങൾ തകർത്തിടും നീ. നിഷ്കളങ്കനായ
കരുണം തവ പാദങ്ങളാൽ അനുവേലം നീ തവ താതനോടു തങ്കുകയാൽ അവൻ താങ്ങിടുന്നു. താതൻ തന്നാമം നീ അറിഞ്ഞിരിക്കേ തവ നാമം തുങ്കമായി തീർക്കുമവൻ. കഷ്ടകാലത്തവൻ കൂടിയിരിക്കും, ഉത്തരം തന്നവനുദ്ധരിക്കും. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹാവന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കർത്താവായ യേശുക്രിസ്തു ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത അവകാശ പ്രഖ്യാപനങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചിരുന്നത്. അങ്ങനെയുള്ള 7 അവകാശ പ്രഖ്യാപനങ്ങൾ കർത്താവ് ചെയ്തതായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ 4 നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി. അവ ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്നതാണ് ആദ്യത്തേത്. രണ്ടാമത് പറഞ്ഞത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മൂന്നാമതായിട്ട് കർത്താവ് പറഞ്ഞത് ഞാൻ വാതിലാകുന്നു. നാലാമത് പറഞ്ഞത് ഞാൻ നല്ല ഇടയൻ ആകുന്നു എന്നാണ്. അത് കഴിഞ്ഞ് കർത്താവ് 5-മതായിട്ട് പറഞ്ഞ കാര്യമാണ് ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. കർത്താവ് പറഞ്ഞ 5-മത്തെ അവകാശ പ്രഖ്യാപനം ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. യോഹന്നാൻ 11:25 അത് കാണാം. ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ലൈഫ്. യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ വാക്കുകളാണ് കർത്താവ് പറഞ്ഞത്. ബഥാന്യയിലെ മാർത്തയുടെയും മറിയുടെയും സഹോദരനായ ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച സംഭവത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് ചെയ്ത പ്രഖ്യാപനമാണിത്. ഏകദേശം 2 മാസത്തിനു മുമ്പ്, അതായത് AD 31 ഡിസംബർ 18 യെരുശലേമിലെ പ്രതിഷ്ഠോത്സവ സമയത്ത് കർത്താവ് ശലോമോൻ്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യഹൂദന്മാരൊക്കെയും അവൻ്റെ ചുറ്റും കൂടി അവനോട് നീ എത്രത്തോളവും ഞങ്ങളെ ആശിപ്പിക്കുന്നു, നീ ക്രിസ്തുവാണെങ്കിൽ അത് സ്പഷ്ടമായിട്ട് പറക എന്ന് അവനോട് ചോദിച്ചു. ഒടുവിൽ അവരോട് പല കാര്യങ്ങൾ പറഞ്ഞിട്ട് താൻ പറഞ്ഞു ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പ്രസ്താവിച്ചു. യോഹന്നാൻ 10:30 അത് കാണാം. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. ആ സമയം കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി യെരുശലേമിൽ നിന്ന് ഏകദേശം 100 മൈൽ അകലെ ഉള്ള യോർദാന് അക്കരെയുള്ള മരുഭൂമിയിലേക്ക്, അതായത് ശാലേമിനടുത്തുള്ള ഐനോനിൽ വന്ന് പാർത്തു. അപ്പോഴാണ് യെരുശലേമിൽ നിന്നും 2 മൈൽ മാത്രം അകലെ ഒലൂമലയുടെ തെക്കേ ചരിവിൽ ഉള്ള ഗ്രാമമാണ് ബഥാന്യ. ഇന്ന് അതിന് ഏൽ അസറിയ എന്നാണ് പറയുന്നത്. ആ ഗ്രാമത്തിലായിരുന്നു മാർത്തയും മറിയയും അവരുടെ സഹോദരനായ ലാസറും പാർത്തിരുന്നത്. ലാസറിൻ്റെ മരണത്തെ സംബന്ധിച്ച് അവൻ രോഗിയായി കിടക്കുന്ന വിവരം കർത്താവിനെ അറിയിക്കുവാനായിട്ട് ആ സഹോദരിമാർ ആളിനെ വിട്ടു. അവർ അവനോട് പറഞ്ഞത് നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. യോഹന്നാൻ 11:3 അത് കാണാം.
രോഗം വരുന്നത് കർത്താവ് നമ്മെ സ്നേഹിക്കുന്നില്ല എന്ന ലക്ഷണമല്ല. ദീനമായിരിക്കുന്നു എന്നുള്ളത്, ദീനമായി കിടക്കുന്നു എന്നുള്ള വിവരം അവർ അറിയിക്കുകയാണ്. അതിന് എന്ത് ചെയ്യണമെന്ന് അവർ കർത്താവിനോട് പറഞ്ഞില്ല. ഒരു സ്നേഹിതന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആ സഹോദരിമാർക്ക് നന്നായിട്ട് അറിയാം. ചിലരുടെ പ്രാർത്ഥന കേട്ടാൽ തോന്നും കർത്താവ് അവരുടെ ദാസനാണെന്ന്. കർത്താവേ, ഇത് നീ ഇന്നതുപോലെയൊക്കെ ചെയ്തു തരണം, ഇന്ന കാര്യം നാളത്തേക്ക് ശരിയാക്കി തരണം എന്നിങ്ങനെ പറയുകയും ആജ്ഞാപിക്കുകയും ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് ചിലരുടെ പ്രാർത്ഥന കേട്ടാൽ തോന്നും. അങ്ങനെയല്ല. നമുക്കെന്താണ് ആവശ്യം എന്നുള്ള കാര്യം മാത്രം കർത്താവിനെ അറിയിക്കുക. സർവജ്ഞാനിയായ അവൻ സകലതും അറിയുന്നവനാണ്. എങ്ങനെ പരിഹരിക്കണം, എപ്പോൾ പരിഹരിക്കണം എന്നുള്ളത് കർത്താവിനറിയാം. കർത്താവേ, എൻ്റെ പ്രശ്നമിന്നതാണ്, നിനക്കെന്നോട് കരുണ തോന്നണമേ എന്നായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. യേശു അത് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഈ ദീനം മരണത്തിനായിട്ടല്ല, പിന്നെയോ ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. യോഹന്നാൻ 11:4 അത് കാണാം. ദൈവപുത്രൻ മഹത്വപ്പെടുമ്പോഴാണ് ദൈവം മഹത്വപ്പെടുന്നത്. അതാണല്ലോ ഈ വാക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. ദൈവം മഹത്വപ്പെടുന്നത് ദൈവപുത്രൻ മഹത്വപ്പെടുന്നതിലൂടെയാകുന്നു എന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ സാരം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും യേശുക്രിസ്തു കർത്താവെന്ന് അവർ ഏറ്റുപറയുന്നത് എന്തിനാണ്? അവിടെ എഴുതിയിട്ടുണ്ട്, അത് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഏറ്റുപറയുന്നു എന്നാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വണങ്ങി സകലരുടെയും മുട്ട് മടങ്ങി യേശു അവൻ കർത്താവാണ്, യേശുക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറയുകയും അവനെ ബഹുമാനിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത് പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. പുത്രനിൽ വിശ്വസിക്കുന്നത്, അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹമെന്ന് പറയുന്നത് അതിലൂടെ പിതാവ് മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. കർത്താവ് പറഞ്ഞ എന്താണ്? എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അല്ല, എന്നെ അയച്ചവനെ തന്നെ കൈക്കൊള്ളുന്നു എന്നാണ്. യോഹന്നാൻ 13:20 അത് കാണാം. എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, പിന്നെയോ എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു. എന്നെ കാണുന്നവൻ എന്നെ അല്ല, എന്നെ അയച്ചവനെ കാണുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവിൻ്റെ വാക്കുകൾ ഉവ്വ് ഉവെന്നും ഇല്ല ഇല്ല എന്നും മാത്രമേ ഉള്ളൂ. അത് മാറ്റിയും മറിച്ചും പറയുന്നതല്ല, സത്യമായതാണ് അവൻ പറയുന്നതൊക്കെയും. കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ യൂദ ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ കർത്താവ് പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടു എങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും, ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും എന്നാണ് അവിടെ കർത്താവ് പറഞ്ഞത്. ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അടുത്തത് പറയുകയാണ്, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എന്നാണ്. യേശു ക്രിസ്തുവിൽ കൂടി ദൈവം മഹത്വപ്പെട്ടിരിക്കുന്നു എന്നാണ്. നോക്കുക, സകലതും യേശു ക്രിസ്തു മുഖാന്തരം മാത്രമേ നടക്കുകയുള്ളൂ. പിതാവായ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടണം. പിതാവായ ദൈവത്തിൽ വിശ്വസിക്കണമെങ്കിൽ പുത്രനിൽ വിശ്വസിക്കണം. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പുത്രനിൽ വിശ്വസിക്കണം. രക്ഷ പ്രാപിക്കണമെങ്കിൽ പുത്രനെ സ്വീകരിക്കണം. ഇത് ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. ഒരുവൻ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവന് മാത്രമേ ദൈവമകനായി തീരുവാൻ കഴിയുകയുള്ളൂ. ദൈവമകനായി തീരണമെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. ഏതൊരു കാര്യവും സാധ്യമാകണമെങ്കിൽ
പിതാവായ ദൈവം തൻ്റെ പുത്രനെയാണ് നിർത്തിയിരിക്കുന്നത്. അവനെ കണ്ടിട്ട് അവനിൽ വിശ്വസിക്കണം, അവനെ സ്വീകരിക്കണം, അവൻ്റെ നാമത്തെ ഏറ്റുപറയണം. അപ്പോൾ മാത്രമേ പിതാവ് മഹത്വപ്പെടുകയുള്ളൂ. ഈ രോഗം അല്ലെങ്കിൽ ഈ ദീനം, ലാസറിനുണ്ടായ ഈ ദീനം, അത് മരണത്തിനായിട്ടല്ല, പിന്നെയോ അത് ദൈവപുത്രൻ മഹത്വപ്പെടണം. അതിലൂടെ പിതാവിന് മഹത്വമുണ്ടാകണം. അതാണ് കർത്താവിടെ പറഞ്ഞതിൻ്റെ സാരം. യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നതിലൂടെയാണ് പിതാവ് മഹത്വപ്പെടുന്നത്. പുത്രനുള്ളവന് പിതാവുണ്ട് എന്നാണ് നാം വായിക്കുന്നത്. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവും ഇല്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവും ഉണ്ട്. 1 യോഹന്നാൻ 2:23 അത് കാണാൻ കഴിയും. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല എന്നാണ് നാം കാണുന്നത്. കർത്താവ് ശിഷ്യന്മാരും ലാസറിൻ്റെ ആ നിദ്രയിൽ നിന്നും അവനെ ഉണർത്തേണ്ടതിന് അവരെ ബഥാന്യയിലേക്ക് എത്തി. നിദ്ര എന്നത് ശരീരത്തിനുള്ള അവസ്ഥയാണ്. അതായത് ശരീരത്തിൽ നിന്നും ശരീരത്തിനുള്ള വിശ്രമമാണല്ലോ നിദ്ര എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ കർത്താവ് ഇവിടെ നിദ്ര എന്ന് പറഞ്ഞിരിക്കുന്നത് ലാസറിൻ്റെ മരണത്തെ ഉദ്ദേശിച്ചായിരുന്നു. ശരീരത്തിൽ നിന്ന് ദേഹി വിട്ടുപിരിയുന്നതാണ് മരണം എന്ന് പറയുന്നത്. ശരീരം ശവകുടീരമായ മണ്ണിൽ ഉറങ്ങുകയാണപ്പോൾ. വിശ്വാസികളെ സംബന്ധിച്ച് ആത്മാവ് പർദീസയിലേക്ക് പോവുകയും അവിടെ വിശ്രമിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരങ്ങൾ ഉറങ്ങുവാൻ വേണ്ടി മാത്രം ഉപകരിക്കുന്നതാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. ഈ ഭൂമിയിലെ മണ്ണ്, ഈ കല്ലറ, അത് ശരീരങ്ങൾ മാത്രം വിശ്രമിക്കുന്നതിനുള്ളതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദേഹി അഥവാ ജീവൻ അത് ശരീരം വിട്ടുപോകുന്നു. അത് ഈ ഭൂമിയിലല്ല, പിന്നെ അത് പറുദീസയിൽ ആണ്, ദൈവത്തോടു കൂടെയാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും കൈകളിലാണ് അത് സൂക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ ആത്മാവ് അങ്ങനെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഈ ഭൂമിയിൽ ഉറങ്ങുക എന്ന് പറയുന്നത് നമ്മുടെ മർത്യ ശരീരം മാത്രമാണ്. അതിന് മാത്രമേ ഈ ഭൂമി ഉപകരിക്കുന്നുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. അബ്രഹാമിന് സ്വന്തമായിട്ട് അതുമാത്രമേ ഈ ഭൂമിയിൽ അവനും അവൻ്റെ പ്രിയപ്പെട്ടവർക്കും ഉറങ്ങുവാനുള്ള, സ്വസ്ഥത അനുഭവിക്കുവാനുള്ള ഒരു ശ്മശാന ഭൂമിയായിട്ട്, കല്ലറയായിട്ട് മാത്രമേ ഈ ഭൂമിയിൽ അവകാശമായിട്ടുണ്ടായിരുന്നുള്ളൂ. മക്പേല ഗുഹ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊന്നും അവന് വാഗ്ദത്തം ചെയ്തതൊന്നും അപ്പോൾ ലഭിച്ചിരുന്നില്ല. ഇതുവരെയും അത് ലഭിച്ചിട്ടില്ല. ഭാവിയിൽ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിലാണ് അതൊക്കെയും ലഭിക്കുവാൻ പോകുന്നത്. ഈ ലോകം അതിന് മാത്രമേ നമ്മുടെ ശരീരത്തെ ഉറക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വിശ്രമിക്കുവാൻ വേണ്ടി മാത്രം ഉപകരിക്കുന്ന ഒരു കല്ലറ, ഒരു ശവകുടീരം, അത് മാത്രമായിട്ട് നമുക്ക് ഈ ഭൂമിയെ കണക്കാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അബ്രഹാമിന് വാഗ്ദത്തം ലഭിച്ചിട്ടും അവനൊരു അന്യദേശത്ത് വന്ന് അവന് പരദേശിയെപ്പോലെയാണ് വാർത്തത്. ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതും അടിസ്ഥാനമുള്ളതുമായിരിക്കുന്ന ഒരു സ്ഥിരമായ നഗരത്തിനായിട്ട് അവൻ കാത്തിരിക്കുകയായിരുന്നു. ഇത് നശ്വരമാണെന്ന് അവന് മനസ്സിലായി. ഈ ലോകത്തിൽ കാണുന്നതൊക്കെയും നശ്വരമാണ്, കാണാത്തതോ നിത്യം എന്നാണ് നാം കാണുന്നത്. അപ്പോൾ വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തെ അബ്രഹാം കേവലം ഒരു ശ്മശാന ഭൂമിയായി മാത്രമാണ് കരുതിയിരുന്നത്. നാമും അങ്ങനെ തന്നെ വേണം ഈ ഭൂമിയെ കരുതേണ്ടത്. ഈ ഭൂമിയിൽ നമുക്ക് മറ്റൊന്നും ആഗ്രഹിക്കുവാനായിട്ടില്ല. ഇത് ശാശ്വതമായിട്ടുള്ളതല്ല. ഞാൻ വിശ്വാസവീരന്മാരെക്കുറിച്ച് പാടിയിട്ടുള്ള ഒരു പാട്ടിൽ ഇങ്ങനെ അബ്രഹാമിൻ്റെ ഈ ചിന്താഗതിയെക്കുറിച്ച് പാടിയിട്ടുണ്ട്. വാഗ്ദത്ത ദേശമോ രന്യദേശം, മുക്തമം മറ്റൊന്നു കാക്ഷിച്ചിട്ട്, ഭംഗിയുള്ള മറ്റൊരു ദേശം കാക്ഷിച്ചിട്ട്, ശില്പിയായുള്ളൊരു സുസ്ഥിര പട്ടണം നൽപ്പേഴും വിശ്വാസദൃഷ്ടിയ വീക്ഷിച്ചു വിശ്വാസനായകൻ യേശുവിനെ, വിശ്വത്തിൽ വീക്ഷിച്ചോടും സ്ഥിരമായി. നാം ഈ ഭൂമിയിൽ നമുക്ക് ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ദൈവം കരുതിയിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിന്മേൽ
ആ പ്രത്യാശയോടുകൂടിയാണ് നാം ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നത്. നീതിമാൻ ജീവിക്കും വിശ്വാസത്താലെന്നും, ഭീതിയാൽ പിന്മാറിൽ പ്രസാദിക്കില്ലവൻ. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വാസികൾക്കു പിതാവായി താൻ. വിശ്വാമി ഭക്തർ തൻ മിത്രങ്ങൾക്കായുള്ള, വിശ്വാമി ഭക്തൻ തൻ മിത്രങ്ങൾക്കായുള്ള ശ്മശാന ഭൂമിയായി വീക്ഷിക്കും വിശ്വാസി. വിശ്വാസനായകൻ യേശുവിനെ വിശ്വത്തിൽ വീക്ഷിച്ചോടും സ്ഥിരമായി. അതുകൊണ്ട് ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. ഇത് കേവലം ഒരു ശ്മശാന ഭൂമിയായിട്ട് മാത്രമേ ഓരോ വിശ്വാസിക്കും കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. ശരീരം മണ്ണിൽ ഉറങ്ങുമ്പോൾ, അതായത് ശരീരം വിട്ട് പറുദീസയിൽ ക്രിസ്തുവിനോടുകൂടെ നമ്മുടെ ജീവൻ ആയിരിക്കുന്നു, നമ്മുടെ ആത്മാവായിരിക്കുന്നു. പൗലോസ് പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട് എന്നാണ്. എന്താണ് അത്? അത്യുത്തമമല്ലോ, അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഫിലിപ്പിയർ 1:23 പൗലോസ് അത് പറയുന്നുണ്ട്. വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. അത് ക്രിസ്തുവിനോടുകൂടെ നമ്മുടെ ഒരു വിശ്വാസിയുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്നാണ് കൊലോസ്യർ 3:3 നാം വായിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടെയാണത് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവും ദൈവവും ഒന്നാകുന്നു എന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. യെരുശലേമിൽ നിന്നും ഏകദേശം 2 മൈൽ മാത്രം ദൂരമായി സ്ഥിതി ചെയ്യുന്ന ഈ ബഥാന്യയിൽ, യെരുശലേമിൽ നിന്നും പല ആളുകൾ ഈ ബഥാന്യയിലേക്ക് വന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഈ ബഥാന്യയിൽ പാർക്കുന്ന ലാസറും അവൻ്റെ സഹോദരിമാരെയും അവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി അവർ ആ മരിച്ച ലാസറിൻ്റെ ഭവനത്തിലേക്ക് വരികയാണ് ചെയ്തത്. വാക്കുകൾ കൊണ്ട് മാത്രമേ മനുഷ്യന് ആശ്വസിപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. മാർത്ത കർത്താവിനോട് പറയുന്ന വാക്കുകളാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ കർത്താവ് അവിടെ ഇല്ലായിരുന്നുവെങ്കിലും ദൂരത്തിരുന്ന് സൗഖ്യമാക്കുവാനായിട്ട് കഴിയുന്നവനാണ് കർത്താവ്. അങ്ങനെ സൗഖ്യമാക്കിയിട്ടുണ്ട് പലരെയും. പള്ളിപ്രമാണി അതുപോലെ പല ആളുകളെയും ദൂരത്തു നിന്നുകൊണ്ട് സൗഖ്യമാക്കുവാനായിട്ട് കർത്താവിന് കഴിയും. ഗലീലയിലെ കാനാവിലിരുന്നു കൊണ്ട് ദൂരത്തുള്ള കഫർനഹൂമിലെ രാജഭൃത്യൻ്റെ ആ മകനെ മരിക്കുന്നുമ്പേ സൗഖ്യമാക്കിയവനാണ് കർത്താവ്. എത്ര ദൂരമാണെങ്കിലും അവനത് പ്രശ്നമല്ല. ആ രാജഭൃത്യനോട് പറഞ്ഞത്, നീ പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ അവൻ പോകയിൽ തന്നെ അവൻ്റെ മകൻ ജീവൻ പ്രാപിച്ചു, അവന് സൗഖ്യം വന്നു. അവനും അവൻ്റെ കുടുംബവും കർത്താവിൽ അങ്ങനെ വിശ്വസിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. കർത്താവിന് ദൂരം ഒരു പ്രശ്നമല്ല. അവൻ ബഥാന്യയിൽ ഇല്ലെങ്കിലും ലാസറ് മരിക്കാതിരിക്കുവാൻ, അവനെ സൗഖ്യമാക്കുവാൻ കർത്താവിന് കഴിയുമായിരുന്നു. ഇവിടെ കർത്താവ് ബഥാന്യയിൽ ഇല്ലാതിരുന്നത് കൊണ്ടല്ല ലാസർ മരിച്ചത്. നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് പറഞ്ഞ് മാർത്ത ദുഃഖിക്കുമ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? ഞാൻ അവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച്, അതായത് ശിഷ്യന്മാരെ വിചാരിച്ച് സന്തോഷിക്കുന്നു എന്നാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. നീ ഇവിടെ ഇല്ലാതെ പോയി എന്നതായിരിക്കാം പല യഹൂദന്മാർക്കും പറയുവാനുണ്ടായിരുന്നത്. എന്നാൽ കർത്താവ് അവിടെ ഇല്ലാതിരുന്നതിനാൽ കർത്താവ് സന്തോഷിക്കുകയാണ്. ശിഷ്യന്മാർക്കും അവനിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് അത് നമുക്ക് അവനോടുള്ള വിശ്വാസത്തിലാകുന്നു. നാം അവനിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അവൻ്റെ സന്തോഷം. നിങ്ങൾ വിശ്വസിക്കുവാൻ ഇടയാകുമല്ലോ എന്ന് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ് ആ കാര്യത്തിൽ സന്തോഷിച്ചു എന്നാണ് നാം കാണുന്നത്. ലാസർ മരിച്ചത് അവൻ മരിക്കാതിരിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷത്തിന് കാരണമായി.
ലാസർ മരിച്ചതാണ് വലിയ സന്തോഷത്തിന് കാരണമായി തീർന്നത്. കാരണം എന്താണ്? അനേകർ കർത്താവിൽ വിശ്വസിക്കുവാനിടയായി. ചില കാര്യങ്ങളിൽ ആദ്യം ദുഃഖത്തിന് ഇടവന്നാലും പിന്നീട് അത് മഹാസന്തോഷത്തിനും ഭാഗ്യത്തിനും കാരണമായി തീരും എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ്. അത് യോസേപ്പിൻ്റെ കഷ്ടങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ദാനിയേലിൻ്റെ കഷ്ടങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പല ഉദാഹരണങ്ങൾ അങ്ങനെ നമുക്ക് പറയുവാൻ കഴിയും. ഇവിടെ കർത്താവിനോട് പറയുകയാണ്, ഇവിടെ മാർത്ത പറയുകയാണ്, ഇപ്പോഴും അവൻ മരിച്ചു കഴിഞ്ഞു, ലാസർ മരിച്ചടക്കപ്പെട്ട് കഴിഞ്ഞു. മാർത്ത പറയുകയാണ്, ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് മാർത്ത പറഞ്ഞു. നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, നീ അപേക്ഷിച്ചാൽ ദൈവം നിനക്കത് തരുമെന്ന് ഞാൻ അറിയുന്നു എന്നാണ്. ഒരേ മേശയിൽ ഭക്ഷണം കഴിച്ചും അവരോടുകൂടെ സഹകരിച്ചും ജീവിച്ച കർത്താവിനെ മാർത്ത വേണ്ടത്ര അറിയുന്നില്ല എന്ന് വേണം ഇവിടെ മനസ്സിലാക്കുവാൻ. ഒരു മധ്യസ്ഥൻ മാത്രമായിട്ടാണ് അവള് കർത്താവിനെ അറിയുന്നത്. യേശുവിൻ്റെ അമ്മ പറഞ്ഞത് എന്താണ്? യേശുവിൻ്റെ അമ്മയായ മറിയം അവരുടെ വിശ്വാസം എന്തായിരുന്നു? അവൾ പറഞ്ഞത്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്നായിരുന്നു. അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യണം. അല്ലാതെ അവൻ എന്തെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും എന്നല്ല. അവൻ തന്നെ ചെയ്യുവാൻ പ്രാപ്തനാണ് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. യോഹന്നാൻ 2:5. അവൻ തന്നെ ദൈവമാകുന്നു എന്ന് മറിയയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്നർത്ഥം. ഈ വ്യത്യാസമാണ് ലോകത്തിൽ അനേകരിലും കാണപ്പെടുന്നത്. കർത്താവായ യേശുക്രിസ്തു അവന് ഒരു മധ്യസ്ഥൻ, കേവലം ഒരു മധ്യസ്ഥൻ എന്നുള്ള നിലയിൽ മാത്രം വിചാരിക്കുന്ന അനേകരുണ്ട്. മറ്റുള്ള പലരെയും മധ്യസ്ഥന്മാരായിട്ട് കണക്കാക്കുന്നവരുണ്ട്. ദൂതന്മാരെയോ പുണ്യവാളന്മാരെയോ അതുപോലെ മറ്റ് ആളുകളെയൊക്കെ, യേശുവിൻ്റെ അമ്മ മറിയം മുതലായവരെയൊക്കെ മധ്യസ്ഥരായിട്ട് കണക്കാക്കുന്നവരുണ്ട്. എന്നാൽ ആകെക്കൂടെ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. ഈ മനുഷ്യരാരും മധ്യസ്ഥന്മാരല്ല. നാം വായിക്കുന്നത് എന്താണ്? ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനും ഒരുവനത്രേ. അതാരാണ്? മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ എന്നാണ്. മനുഷ്യനും ദൈവവുമായ ഒരുവന് മാത്രമേ ദൈവത്തിനും മനുഷ്യനും മധ്യേ മധ്യസ്ഥനായിരിക്കാൻ കഴിയുകയുള്ളൂ. മനുഷ്യനോട് ബന്ധപ്പെട്ട ഒരുവന്, ദൈവത്തോട് അഭേദ്യമായ ബന്ധമുള്ള ഒരുവന് മാത്രമേ മനുഷ്യനും ദൈവത്തിനും നടുവിൽ നിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അത് മനുഷ്യരൂപമെടുത്ത് ലോകത്തിൽ വന്ന മനുഷ്യനായ ക്രിസ്തുയേശു, അവന് മാത്രമേ കഴിയുകയുള്ളൂ. ദൈവമായിരിക്കുന്നവന്, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരിക്കുന്നവന് മാത്രമേ മധ്യസ്ഥനായിരിക്കുവാൻ കഴിയുകയുള്ളൂ. അവൻ മാത്രമേ ഏകമധ്യസ്ഥനായിട്ട് സ്വർഗത്തിലും ഭൂമിയിലുമായിട്ടുള്ളൂ. വേറെ ഒരുത്തരും മധ്യസ്ഥരല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു എന്നാണ്. മധ്യസ്ഥനാകണമെങ്കിൽ അവൻ എല്ലാവർക്കും വേണ്ടി മറുവിലയായി തൻ്റെ ജീവനെ വെച്ച് കൊടുക്കുന്നവനാണ്. അങ്ങനെ ആരുണ്ട്? യേശു ക്രിസ്തു അല്ലാതെ മറ്റാരുമില്ല എന്ന് നാം കാണുന്നുണ്ട്. യേശു ക്രിസ്തു മധ്യസ്ഥനും അപ്പോൾ തന്നെ മഹാദൈവവും രക്ഷിതാവുമാണ് എന്ന് തീത്തോസ് 2:12 നാം വായിക്കുന്നു. ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥൻ. അവൻ മനുഷ്യനും മഹാദൈവവും ആയിട്ടുള്ളവനാണ്. അവന് മാത്രമേ എന്തെങ്കിലും പ്രവർത്തിപ്പാനും ദൈവസന്നദ്ധിയിൽ നിൽക്കുവാനും മനുഷ്യന് വേണ്ടി പറയുവാനും കഴിയുകയുള്ളൂ. യേശു മാർത്തയോട് പറഞ്ഞത് എന്താണ്? നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അതിന് മാർത്ത ഉത്തരം പറഞ്ഞത്, ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കുമെന്നല്ല, ഒടുക്കത്തെ നാളിൽ. നാം വായിക്കുന്നുണ്ട്, അന്ത്യന്യായവിധി സമയത്ത് മനുഷ്യരെല്ലാം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന്. അങ്ങനെയുള്ള അന്ത്യ ഉയർത്തെഴുന്നേൽപ്പിൽ
എൻ്റെ സഹോദരന് ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് ഞാൻ അറിയുന്നു എന്നാണ് മാർത്ത പറഞ്ഞത്. ഇത് പഴയ നിയമ വിശ്വാസികളുടെ വിശ്വാസമാണ്. അവരങ്ങനെയായിരുന്നു വിശ്വസിച്ചിരുന്നത്. അവരോട് കർത്താവ് വീണ്ടും പറയുകയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നവോ എന്ന് പറഞ്ഞു. കർത്താവ് മാർത്തയോട് ചോദിക്കുകയാണ്, നീ ഇത് വിശ്വസിക്കുന്നവോ? ഞാനാകുന്നു പുനരുത്ഥാനം, ഞാനാകുന്നു ജീവൻ. അവൻ ജീവൻ നായകനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജീവൻ തരുന്നവൻ, നൽകുന്നവൻ ഇവിടെ തന്നെ ഉണ്ട് എന്നാണ്. ജീവൻ ഉത്ഭവിപ്പിക്കുന്നവൻ, ജീവൻ പ്രദാനം ചെയ്യുന്നവൻ, ജീവനെ ഉണ്ടാക്കുന്നവൻ അവൻ തന്നെ എന്നുള്ള വാക്കാണ് ജീവനായകൻ എന്നുള്ള വാക്ക്. അത് അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഗ്രീക്കിൽ ആർക്കിഗോൻ എന്ന വാക്കാണ്. നായകൻ എന്ന അർത്ഥം, ഉൽപ്പാദിപ്പിക്കുന്നവൻ എന്നാണ്. ആർക്കിഗോൻ ടീസ് സോയിസ്, ജീവനെ ഉൽപ്പാദിപ്പിക്കുന്നവൻ അവനാണ്. അവൻ രക്ഷാനായകനാണ്, രക്ഷ തരുന്നവനവനാണ്, രക്ഷ ഉണ്ടാക്കുന്നവനവനാണ്. ആർക്കിഗോൻ ടീ സോറ്റീരിയോൻ, രക്ഷാനായകൻ, രക്ഷ നൽകുന്നവൻ അവനാണ്. എബ്രായർ 2:10 അത് കാണാൻ കഴിയും. വിശ്വാസത്തിൻ്റെ നായകൻ, നമുക്ക് വിശ്വാസം തരുന്നവൻ, നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിലും ദൈവത്തിലും വിശ്വസിക്കുവാനുള്ള ആ വിശ്വാസം, രക്ഷയിലേക്ക് നടത്തുന്ന വിശ്വാസം തരുന്നവൻ കർത്താവായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് അവനെ രക്ഷാനായകൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവന് വിശ്വാസത്തിൻ്റെ നായകനാണ്. വിശ്വാസം നമുക്ക് തരുന്നത് കർത്താവാണ്. ആർക്കിഗോൻ ടീസ് പിസ്തോസ്, വിശ്വാസം നൽകുന്നവൻ, ഉൽപ്പാദിപ്പിക്കുന്നവൻ, ജീവന്റെ ഉടയവൻ, അത് നൽകുന്നവൻ കർത്താവായ യേശുക്രിസ്തു ആകുന്നു. വിശ്വാസത്തിൻ്റെ നായകനാണവൻ. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. നിത്യജീവൻ തരുവാൻ പ്രാപ്തനാണ് യേശുക്രിസ്തു. കർത്താവ് പറഞ്ഞത്, പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുന്നത് പോലെ, പഴയ നിയമത്തിൽ പല ഇടങ്ങളിൽ നാം അത് കാണുന്നുണ്ട്, പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു എന്നാണ്. യോഹന്നാൻ 5:21. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുണ്ട്, അത് മറ്റെങ്ങൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, അവൻ തന്നെ ജീവനാണ്. എന്നതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ട്, അതാരും എടുത്തു കളകയില്ല, ആരിൽ നിന്നും എടുത്തതുമല്ല, അവനിൽ തന്നെ ഉള്ള ജീവനാണ്. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ അവൻ തൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ആരും അവൻ്റെ ജീവനെ എടുക്കുകയല്ലായിരുന്നു. നാം വായിക്കുന്നുണ്ട്, അവൻ തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ്. അല്ലാതെ അവൻ തല ചായ്ച്ച് മരിച്ചു പോകുകയല്ലായിരുന്നു. അല്ലെങ്കിൽ അവൻ മരിച്ചിട്ട് ബലമില്ലാത്തവനായി തീർന്നിട്ട് അവൻ്റെ തല ചാഞ്ഞു പോകുകയല്ലായിരുന്നു. പിന്നെയോ അതിനു മുമ്പ് തന്നെ അവൻ തല ചായ്ച്ചു വെച്ചിട്ട് തൻ്റെ ആത്മാവിനെ, തൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. അവനിൽ തന്നിൽ തന്നെ ജീവനുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല എന്ന് പറഞ്ഞാൽ, ഒരുവൻ കർത്താവിൽ വിശ്വസിക്കുകയും അവൻ്റെ ജീവിതകാലത്ത് കർത്താവിൻ്റെ രണ്ടാം വരവ് മധ്യാകാശത്തിൽ പ്രത്യക്ഷമാവുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ഒരു നാളും ശാരീരിക മരണം അനുഭവിക്കാതെ അവൻ്റെ ശരീരത്തിന് രൂപാന്തരം വരികയും അവൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുത്തുകൊള്ളപ്പെടുകയും ചെയ്യും. അതാണ് അതിൻ്റെ അർത്ഥം. ഇനി മരണം ഉണ്ടാകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. ആ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട് എന്ന് വായിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയുന്നവനാണ്. വെളിപ്പാട് 20:14 നാം വായിക്കുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള മരണമെന്ന് പറയുന്നത്
അത് തീപ്പൊയ്യിൽ തള്ളപ്പെടുന്ന മരണമാണ്. അതിന് രണ്ടാം മരണമെന്ന് പറയുന്നുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല എന്നതിന് അവൻ തീപ്പൊയ്കയിലെ രണ്ടാം മരണത്തിൽ വീഴുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ മരണം ശാരീരിക മരണത്തെക്കുറിച്ച് പറയുന്നതാണ്. അവൻ ശാരീരികമായിട്ട് മരിച്ചാലും അവൻ ജീവിക്കും എന്നാണ്. യേശുവോട് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഇത് കേട്ടപ്പോൾ മാർത്ത പറഞ്ഞത്, ഉവ്വ കർത്താവേ, ലോകത്തിലേക്ക് വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോയി തൻ്റെ സഹോദരിയും മറിയയോട് പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. മാർത്ത പറഞ്ഞതുപോലെ തന്നെ മറിയയും പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മറിയ വന്നിട്ട് അവളും പറയുകയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. എന്നാൽ അവൻ വന്നപ്പോൾ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. അതാണ് ദൈവത്തിൻ്റെ മഹത്വം. അതിനായിട്ടാണ് കർത്താവ് 4 ദിവസം അവനായിരുന്ന ഇടത്ത് തന്നെ താമസിച്ചു, ബഥാനിയിലേക്ക് വരാതെ. കർത്താവ് ലാസറിൻ്റെ കല്ലറയ്ക്കലെത്തി ജനത്തോട് പറഞ്ഞു, കല്ല് നീക്കുക എന്ന്. അപ്പോൾ മാർത്ത പറഞ്ഞു, കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. കർത്താവിനോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? 4 ദിവസമല്ല, 40 ദിവസമായാലും പോരാ, 2000 വർഷമായാലും അതും പോരാ, 6000 വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യ ശരീരങ്ങൾ മനുഷ്യപുത്രന്റെ ശബ്ദത്തിങ്കൽ മരണത്തിൽ നിന്ന് തിരികെ വരും. കർത്താവ് ജനസമൂഹത്തോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുവാനുള്ള നാഴിക വരുന്നു. യോഹന്നാൻ 5:25. ഇവിടെ കർത്താവ് മേലോട്ട് നോക്കി പിതാവിനോട്, നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു. എന്നിട്ട് പറഞ്ഞിട്ടത് ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. അത് പുരുഷാരം കേൾക്കെ ഉറക്കെ വിളിച്ചു എന്നാണ്. ഇതുമൂലം യേശു മശിഹ ആണെന്ന് ജനം മനസ്സിലാക്കണം. കർത്താവ് പറഞ്ഞത്, ഈ സംഭവത്തിലൂടെ, ലാസറിനെ ഉയർപ്പിക്കുന്നതിലൂടെ എന്താണ് ലോകം മനസ്സിലാക്കേണ്ടത്? പിതാവേ, നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കേണ്ടതിന് ഞാനിതാ പറയുന്നു, ഞാൻ അപേക്ഷിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞിട്ടാണ് ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞത്. ഇത് കണ്ടിട്ട് ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണത് സംഭവിച്ചത്. ലാസറേ പുറത്തു വരിക എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു മഹത്വപ്പെടുകയാണ്. അതിലൂടെ പിതാവായ ദൈവം മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. ദൈവപുത്രൻ മഹത്വപ്പെട്ടാൽ പിതാവായ ദൈവം മഹത്വപ്പെടും എന്ന് നമുക്ക് കാണാം. ലാസറിന്റെ കാലും കയ്യും ശീല കൊണ്ട് കെട്ടിയിരുന്നു, മുഖം റൂമാല് കൊണ്ട് മൂടിയിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, അവൻ്റെ കെട്ട് അഴിക്കുവീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ തൻ്റെ ശരീരത്തിൽ ചുറ്റിയിരുന്ന ശീലകൾ കർത്താവ് തന്നെ അത് അഴിച്ചു മാറ്റി. പിന്നീട് തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ അത് വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതായിട്ടാണ് കണ്ടത്. അങ്ങനെ അവൻ കല്ലറയിൽ നിന്നും പുറത്തു വന്നു. കർത്താവിൻ്റെ ശരീരം അത് തേജസ്കരിക്കപ്പെട്ട ശരീരം ആയിട്ടാണ് പുറത്തു വന്നത്. ആ ശരീരം കല്ലറയിൽ നിന്നും പുറത്തു വരുവാൻ കല്ലുരുട്ടി മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെന്തിനാണ് കല്ലുരുട്ടി മാറ്റി
അതിയേലൊരു ദൂതൻ ഇരുന്നു എന്ന് നാം വായിക്കുന്നത്. അതെന്തിനാന്ന് ചോദിച്ചാൽ, അടഞ്ഞുകിടക്കുന്ന കല്ലറയിൽ കർത്താവായ യേശു ക്രിസ്തു ഇല്ല എന്ന് ലോകമറിയേണ്ടതിന് ആ കല്ല് ഉരുട്ടി മാറ്റിയത് ദൂതനാണ്. ദൂതൻ അത് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്നു. കാൺമീൻ, അവൻ ഇവിടെ ഇല്ല, അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാണ് ദൂതൻ മറിയോടും മറ്റ് സ്ത്രീകളോടും പറഞ്ഞത്. അപ്പോൾ കർത്താവിന് പുറത്തു വരാൻ വേണ്ടിയല്ല കല്ല് ഉരുട്ടി മാറ്റിയത്, പിന്നെയോ മറ്റുള്ളവർ കാണുവാൻ വേണ്ടിയാണ് അത് മാറ്റിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ വിശുദ്ധന്മാരുടെ കല്ലറകളൊന്നും പൊട്ടി തുറക്കേണ്ട ആവശ്യമില്ല, അത് പൊളിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അവരുടെ തേജസ്കരിക്കപ്പെട്ട ശരീരം കല്ലറകളിൽ നിന്ന് താനേ പുറത്തു വരും. ഇവിടെ ലാസർ പുറത്തു വന്നു എങ്കിലും അവൻ്റെ കെട്ട് അഴിക്കേണ്ടതായി വന്നു. ഇത് ഇന്ന് നമ്മളൊക്കെയും വിശ്വാസികളാണെങ്കിലും നമ്മുടെ താഴ്ചയുള്ള ജഡത്തിൻ്റെ അവസ്ഥയെ ചിത്രീകരിക്കുന്നതാണ് ഈ ലാസറിൻ്റെ കെട്ട് എന്ന് പറയുന്നത്. അവൻ്റെ കൈയും കാലും കെട്ടിയിരുന്നു, അവൻ്റെ മുഖം റൂമാല് കൊണ്ട് ചുറ്റപ്പെട്ടിരുന്നു. നമ്മുടെ അവസ്ഥയും അതായിരുന്നു. നാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. ക്രിസ്തുവിൽ ദൈവം നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നാൽ ഇന്ന് നമ്മുടെ ആ ചുറ്റപ്പെട്ട ഗ്രേവ് ക്ലോത്ത്, അത് നാം ധരിക്കപ്പെട്ടവരായിട്ടാണ് ഇന്ന് ഈ ലോകത്തിൽ ഇരിക്കുന്നത്. അതായത് നാം സംസ്കരിക്കപ്പെട്ട ജഡശരീരത്തിൽ ചുറ്റിയിരിക്കുന്ന ശീലകളോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത്. അതായത് നമ്മുടെ ജഡശരീരത്തെയാണ് അത് കാണിക്കുന്നത്. നാം ഇന്നും ഒരു ജഡശരീരത്തോടു കൂടിയാണ് വിശ്വാസികൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. അതായത് ഒരു സ്വാതന്ത്ര്യം നമുക്കിന്നുമില്ല. ഈ അവസ്ഥയിലാണ് പൗലോസ് നിലവിളിക്കുന്നത്, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ പക്കലുണ്ട് എന്ന് കാണുന്നു. അയ്യോ, ഞാൻ അരിഷ്ടമനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതായത് പിന്നീട് തുടർന്ന് പറയുന്നത്, ആത്മാവിൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ജഡത്തിലല്ല. ജഡത്തിൻ്റെ സ്വാതന്ത്ര്യം അതിൻ്റെ കെട്ടുകളെ അഴിയുന്നത് അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവെങ്കിലായിരിക്കും. ഇത് ഒരു അവിശ്വാസിയുടെ വാക്കല്ല, പൗലോസിന്റെ വാക്കാണ്. ഇന്ന് നാം ഈ ജഡത്തിൽ ഗ്രേവ് ക്ലോത്തിനോട് കൂടി ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ ആത്മാവ് വിഷമിക്കുകയാണ്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനായി, അഥവാ ശരീരത്തിൻ്റെ തേജസ്കരണത്തിനായി ഉള്ളിൽ ഞരങ്ങുന്നു. നാം ഇന്ന് വിഷമിക്കുകയാണ്. എപ്പോൾ നമ്മുടെ കെട്ടുകളെല്ലാം അഴിയും? എപ്പോൾ നമ്മളുടെ ഈ ഗ്രേവ് ക്ലോത്ത് അഴിക്കപ്പെടും? എപ്പോൾ നമ്മുടെ ശരീരം, ഈ ജഡശരീരം മാറിക്കിട്ടും? അതിനുവേണ്ടി നാം ഇന്ന് ആ തേജസ്കരണത്തിനായിട്ട് ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കെട്ട് അഴിക്കുവീൻ, അവൻ പോകട്ടെ. നമുക്ക് ലഭിക്കുവാൻ പോകുന്ന രൂപാന്തരത്തിൻ്റെയും തേജസ്കരണത്തിൻ്റെയും നിഴലാണിത്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് ആരംഭിച്ച പരസ്യശുശ്രൂഷയുടെ അവസാനം ചെയ്ത അത്ഭുത പ്രവൃത്തിയാണ് ലാസറിനെ ഉയർപ്പിച്ചു എന്നുള്ളത്. അത് ഒടുവിലത്തെ അവൻ്റെ അത്ഭുത പ്രവൃത്തിയായിരുന്നു. ഇത്ര വലിയ അത്ഭുതങ്ങൾ കണ്ടിട്ടും പരീശന്മാർക്ക് അവനിൽ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഇക്കാര്യമാണ് കർത്താവ് തലമാന്റെയും ലാസറിന്റെ ഉപമയിൽ പറഞ്ഞത്. അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്കുകളെ കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് വന്നാലും അവർ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. ഇവിടെ മറ്റൊരു ലാസറാണ് ഉയർത്തെഴുന്നേറ്റ് വന്നത്. അത് അവർ വിശ്വസിച്ചില്ല.
അതുകൊണ്ടാണ് ദൈവം ഇന്ന് യാതൊരു അത്ഭുത പ്രവൃത്തികളും അടയാളങ്ങളും ലോകത്തിൽ കാണിക്കാത്തത്. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വിശ്വാസം ലഭിച്ചവർ കാണാതെ വിശ്വസിക്കും. എന്നാൽ ദൈവസഭ ഭൂമിയിൽ നിന്ന് എടുത്തുകൊള്ളപ്പെട്ട ശേഷം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ലോകത്തിൽ നടക്കും. അത് കണ്ടിട്ട് വളരെ ചുരുക്കം പേർ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. മറ്റുള്ളവരുടെ ഹൃദയം പിന്നെയും കഠിനപ്പെടുകയുള്ളൂ. അവർ ഗുഹകളിലും പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും തങ്ങളുടെ മേൽ വീഴുവീൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറയ്ക്കുവീൻ എന്ന് നിലവിളിക്കും. മാത്രമല്ല, അവർ പിന്നെയും ജീവിക്കുന്നത് ഭൂതങ്ങളെയും ബിംബങ്ങളെയും നമസ്കരിച്ച് തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പം, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല എന്നാണ് വെളിപ്പാട് 9:21 നാം വായിക്കുന്നത്. ലാസറിനെ ഉയർപ്പിച്ച കർത്താവായ യേശു ക്രിസ്തുവിൽ യഹൂദന്മാർ വിശ്വസിച്ചില്ല. അവനെ കൊല്ലുവാനും മാത്രമല്ല ലാസറിനെയും കൊല്ലുവാനും അവർ തീരുമാനമെടുക്കുന്നു. അവർ എത്ര കഠിനന്മാരായിരുന്നു! അതുകൊണ്ട് ഈ കാലത്ത് ഒരു അത്ഭുത പ്രവൃത്തിയുടെയും ആവശ്യമില്ല. കാണാതെ വിശ്വസിക്കുന്നവരാണ് രക്ഷയിലേക്ക് യഥാർത്ഥമായിട്ട് വരുന്നവർ. യേശു ക്രിസ്തു മരിച്ചിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. ഇതിനേക്കാൾ വലിയൊരു അത്ഭുതം വേറെ ഇല്ല. അത് വിശ്വസിച്ചാൽ മതി രക്ഷിക്കപ്പെടുവാൻ. എന്നാൽ കർത്താവ് പറഞ്ഞതുപോലെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. പിതാവ് ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്തതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണുവാൻ കഴിയാത്തവനുമായ ദൈവം തൻ്റെ വിശുദ്ധ വിളി കൊണ്ട് വിളിക്കാതെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വിടാതെ ആകർഷിക്കാതെ ആർക്കും കർത്താവിൻ്റെ അടുക്കൽ വരുവാനോ പിതാവിൻ്റെ അടുക്കൽ എത്തുവാനോ കഴിയുന്നതല്ല. അത് മനുഷ്യൻ്റെ പ്രവൃത്തി നിമിത്തമല്ല ഒരുവൻ രക്ഷയിലേക്ക് വരുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം ആകുന്നു. ഇതെന്ത് എന്ന് ചോദിപ്പാനോ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുവാനോ പ്രത്യുത്തരം പറയുവാനോ നീ ആര് എന്നാണ് മനുഷ്യനോട് ചോദിക്കുന്നത്. ദൈവം കരുണയ്ക്കായിട്ട് രക്ഷയ്ക്കായിട്ട് കാക്ഷിക്കുക, എന്നാൽ ദൈവം നിന്നെ അതിലാക്കും എന്നാണ് നാം വായിക്കുന്നു. കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തി മൂലം കൂടി വന്നിരുന്ന ജനം 2 വിഭാഗമായിട്ട് മാറി. ഒന്ന് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ എന്നവരുടെ കൂട്ടത്തിലും 2 അവിശ്വസിച്ച് നശിച്ചു പോകുന്നവരുമായി തീർന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചു പോകുന്നവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലും 1 തെസ്സലോനി 4-ാം അധ്യായത്തിലും നാം വായിക്കുന്നുണ്ട്. ഇത് പ്രത്യേക പുനരുത്ഥാനമാണത്. തേജസ്കരിക്കപ്പെടുന്ന പുനരുത്ഥാനമാണത്. ഇത് കഴിഞ്ഞ് മഹാപീഡനത്തിൻ്റെ അവസാനം 1000 ആണ്ട് വാഴ്ചയുടെ ആരംഭത്തിൽ ഒരു പുനരുത്ഥാനം ഉണ്ടാകും. അത് മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള ഒരു പുനരുത്ഥാനമാണ്. പഴയ നിയമ വിശുദ്ധന്മാരൊക്കെയും അതിലുൾപ്പെടും. മഹാപീഡനകാലത്ത് ജീവിച്ചിരുന്ന് മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ആത്മാക്കളും അപ്പോൾ ഉയർത്തെഴുന്നേൽക്കും. അവർ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴുമെന്ന് വെളിപ്പാട് 20:4-6 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമവിശ്വാസികളോ അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. വെളിപ്പാട് 22:5. 1000 ആണ്ട് കഴിഞ്ഞ് അന്ത്യന്യായവിധി സമയം ദൈവപുത്രന്റെ ശബ്ദത്തിങ്കൽ സകല മനുഷ്യരും ദുഷ്ടന്മാരും സഹസ്രാബ്ദ വാഴ്ചയിൽ ജീവിച്ചിരുന്ന നീതിമാന്മാരും മരിച്ചുപോയവരും എല്ലാം അവർ ഉയർത്തെഴുന്നേറ്റ് വരും. അവിടെ ദുഷ്ടന്മാർ
തീൽപ്പൊയ്കയിൽ തള്ളപ്പെടും. നീതിമാന്മാർ പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കപ്പെടും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഈ വാക്യം, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല എന്നുള്ള വാക്യം, അതിന് ചില സംശയം തെറ്റിദ്ധാരണയും ആ വാക്കുകളിലുണ്ട്. അത് യഥാർത്ഥത്തിൽ ആ വാക്ക് ഗ്രീക്കിൽ നിന്ന് നേരിട്ട് തർജ്ജമ ചെയ്തിട്ടുള്ള ആംപ്ലിഫൈഡ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ആൻഡ് ഹൂഎവർ continues to live and believes in me shall never die at all. യോഹന്നാൻ 11:26. തുടർച്ചയായി കർത്താവിൻ്റെ വരവ് വരെ ജീവിച്ചിരുന്ന് വിശ്വസിക്കുന്നവർ ഒരു നാളും മരിക്കയില്ല എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഈ രഹസ്യത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ക്രിസ്തുവിൽ മരിച്ചുപോയവരെ സംബന്ധിച്ച് നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും എന്ന് നാം വായിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. ക്രിസ്തുവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് പുനരുത്ഥാനം ഉണ്ടാകും. ക്രിസ്തു നായകനാണ്. ക്രിസ്തു വരുമ്പോൾ നാമും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും, തേജസ്സിലെടുക്കപ്പെടും. വിശുദ്ധന്മാർ അന്ന് നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. നാം ഇതുവരെ കേട്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അവന് വീണ്ടും വരും എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ സത്യദൈവവും നിത്യജീവനും ആണ്. സത്യദൈവം നിത്യജീവനാം കർത്തനേശുനാമം സ്തുത്യമാത്രേ നിത്യകാലവും. മൃത്യുവിനെ വെന്നവൻ ക്രിസ്തുനാഥൻ മാത്രമാണ്. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും മണ്ണിൽ മരിക്കീൽ ഉയർക്കും നൂനം. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും മണ്ണിൽ മരിക്കീൽ ഉയർക്കും നൂനം. വന്നിടും അവൻ മധ്യവാനിൽ, മിന്നിടും ഭക്തർ ഉടുക്കൽ പോലവേ. സത്യദൈവം നിത്യജീവനാം കർത്തനേശുനാമം സ്തുത്യമാത്രേ നിത്യകാലവും. നമ്മുടെ കർത്താവ് എന്നേക്കും സ്തുതിക്കപ്പെടുവാൻ യോഗ്യനാണ്. അവനാണ് മരണത്തെ ജയിച്ചവൻ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവൻ. അവൻ പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനമാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. ആകയാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ അവന് മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് അവൻ്റെ വരവുവരെയും വിശ്വാസത്തിൽ കഴിയുന്നവർ അവർ ഒരു നാളും മരിക്കയില്ല, അവൻ്റെ വരവിങ്കൽ എടുത്തുകൊള്ളപ്പെടും. ആകയാൽ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നുവെന്ന് പറഞ്ഞവരിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിപ്പാൻ ഏവർക്കും ദൈവം കൃപ ചെയ്യട്ടെ. അവൻ്റെ വലിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.